പത്തനംതിട്ട ഏനാത്ത് KSRTC ബസ്സിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ പ്രതി രാധാകൃഷ്ണപിള്ളയെ കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. പ്രതിയെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റും. പ്രതി രാധാകൃഷ്ണപിള്ളയ്ക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. പ്രാണരക്ഷാർത്ഥമാണ് തിരിച്ചടിച്ചതെന്ന് പെൺകുട്ടിയുടെ മാതാവ് 24-നോട് പറഞ്ഞു. KSRTC ബസ്സിൽ മകൾക്കെതിരെ അതിക്രമം കാണിച്ച ആളെ നേരിട്ട അമ്മയാണിപ്പോൾ നാട്ടിലെ താരം. എങ്ങും അഭിനന്ദന പ്രവാഹം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അടൂർ ഏനാത്ത് വെച്ച KSRTC ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടാകുന്നത്. പിന്നാലെയാണ് വിവരമറിഞ്ഞെത്തിയ അമ്മ പ്രതി രാധാകൃഷ്ണപിള്ളയുടെ മുഖത്തടിച്ചത്. അടിയിൽ പ്രതിയുടെ മൂക്കിന്റെ പാലം തകർന്നു. പ്രതി തനിക്കും മകൾക്കും നേരെ അസഭ്യവർഷം നടത്തിയെന്നും സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് മുഖത്തടിച്ചതെന്നും പെൺകുട്ടിയുടെ അമ്മ 24-നോട് പറഞ്ഞു. കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി, അപരിചിതനായ ഒരു വ്യക്തി കുട്ടിയുടെ ശരീരത്തെ പിടിക്കുകയും നിങ്ങൾ എന്തിനാ എൻ്റെ കാലിൽ തൊട്ടതെന്ന് ചോദിച്ച് പ്രതികരിച്ചപ്പോൾ കുട്ടിയോട് വളരെ മോശമായിട്ട് ഇടപെടുകയും അസഭ്യം പറയുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ശരിക്കും നമ്മളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് വരികയും നമ്മളെ ദേഹോപദ്രവം ചെയ്യത്തക്ക രീതിയിൽ ചെയ്യുകയുണ്ടായി. അതിന് നമ്മൾ ജീവരക്ഷാർത്ഥം നമ്മളുടെ സ്വയം രക്ഷ നമ്മൾ നോക്കിയുണ്ടായി. പ്രതിക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകും. ഇനിയൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. തനിക്കെതിരെ കേസെടുക്കുന്നതിൽ ആശങ്കയില്ലെന്നും അമ്മ. കുറ്റബോധമില്ല, നല്ല ആത്മവിശ്വാസമുണ്ട്, നല്ല സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സമീപനം നമുക്കുണ്ട്. ഇനി ഒരു അമ്മമാർക്കും ഇങ്ങനെ ഉണ്ടാവരുത്, ഒരു പെൺകുട്ടികൾക്കും നേരെ ഇങ്ങനെ അതിക്രമം ഉണ്ടാവരുത്. ബസ്സിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. പോക്സോ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതി രാധാകൃഷ്ണപിള്ളയുടെ പരാതിയിൽ ഉടൻ അമ്മയ്ക്കെതിരെ കേസെടുക്കേണ്ട എന്നാണ് പോലീസ് തീരുമാനം. വിശദമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും KSRTC മാനേജിംഗ് ഡയറക്ടറും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം. 15 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്ന നിയമ സംവിധാനം ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ആരെയും കുറ്റം പറയുന്നതില്ല. ഇനിയും മെച്ചപ്പെടാനുണ്ട് നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പരിപാലനം. ക്യാമറമാൻ അനന്തൂബി നായർക്കൊപ്പം AB ജയശങ്കർ, 24, കൊട്ടാരക്കര.